സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. KDF സ്ഥാനാർത്ഥിയായ പ്രഭാവതിയെ കാണുവാനില്ല. ആ ഒരു ന്യൂസ് വാർത്തയിലൊക്കെ വരുന്നുണ്ട്. TV-യിലെ ന്യൂസ് കാണുന്ന സിദ്ധാർത്ഥനും ദേവികയും നന്ദനും ഗൗരിയും ഗിരീഷും എല്ലാവരും ഞെട്ടുന്നുണ്ട്. അതായത് ദേവികയും പ്രഭാവതിയും രണ്ട് ചേരികളിൽ നിന്ന് മത്സരിക്കുന്നതിനെ തുടർന്ന് വീട്ടിൽ തന്നെ ഉണ്ടായ പ്രശ്നങ്ങൾ, ഒരു തവണ പ്രഭാവതിയുടെ ആക്രമണമുണ്ടായതും ഇലക്ഷന് രണ്ട് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതിനെ തുടർന്ന് സിദ്ധാർത്ഥൻ ദേവികയ്ക്ക് അനുകൂലമായി നിലകൊണ്ട് സ്വന്തം ഭാര്യയ്ക്കെതിരെ ആക്രമണ പരമ്പരകൾ അഴിച്ചുവിട്ടുവെന്നും മാത്രമല്ല, സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കുന്ന ദിവസം തന്നെ തിരോധാനത്തിലായത് കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണെന്നൊക്കെ TV ന്യൂസിൽ കണ്ട് എല്ലാവരും സ്തംഭിക്കുന്നു. എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കാൻ മുഖ്യമന്ത്രി DGPക്ക് ഉത്തരവിട്ടെന്നും നോമിനേഷൻ കൊടുക്കേണ്ട ദിവസം KDF പാർട്ടി പ്രസിഡന്റ് ഉൾപ്പെടെ 10 മണിവരെ വെയിറ്റ് ചെയ്തിട്ടും കാണാത്തതിനെ തുടർന്നാണ് സ്ഥാനാർത്ഥിയെ കാണാനില്ലെന്നുള്ള വാർത്ത എല്ലാവരും അറിഞ്ഞെന്നൊക്കെ TV ന്യൂസിൽ കാണിക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ ത്യാഗരാജനെയാണ് അരുന്ധതിയും CPയും ചന്ദ്രമതിയും എല്ലാവരും തെറ്റിദ്ധരിക്കുന്നത്. അതിന് പല കാരണങ്ങളും ഉണ്ട്. അയാൾ നല്ലവനായെന്ന് പറഞ്ഞതിന് ശേഷമല്ലേ ചന്ദ്രോത്ത് വീട് തകർക്കാനായി ദേവികയുടെ നന്ദൻ്റെയും വിവാഹ വാർഷിക ദിവസം ഗിഫ്റ്റ് ബോക്സിൽ ബോംബുമായി ചെന്നത്. മാത്രമല്ല, സിദ്ധുവിനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാതിരിക്കാൻ അയാൾ കാണിച്ചു കൂട്ടിയ എല്ലാ കാര്യങ്ങളും ആരും അധികം മറന്നിട്ടുമില്ല. അരുന്ധതിക്കും CPക്കും അതുപോലെ തന്നെ അയാൾ പറയുന്നതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവരുടെ അനുവാദം കൂടാതെയാണ് പ്രഭാവതി മേഡത്തെ ആക്രമിക്കാൻ 2 പാർട്ടി പ്രവർത്തകരെ പറഞ്ഞയച്ചത്. അത് പിന്നെ വലിയ പ്രശ്നമായി തീർന്നു. ദേവികയുടെ വിജയസാധ്യതയെ തന്നെ ബാധിക്കുന്ന രൂപത്തിൽ ആ വാർത്ത പ്രചരിച്ചതിനെ തുടർന്ന് അരുന്ധതിയും CPയും ശക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, തങ്ങളോട് അഭിപ്രായം ചോദിക്കാതെ ത്യാഗരാജൻ യാതൊന്നും കാട്ടിക്കൂട്ടരുതെന്ന്. അത് കേൾക്കാതെ വീണ്ടും ത്യാഗരാജൻ പ്രഭാവതിയെ തട്ടിക്കൊണ്ടുപോയെന്നാണ് അരുന്ധതി വിചാരിക്കുന്നത്. അരുന്ധതി പറയുന്നുണ്ട്, ഈ സാഹചര്യത്തിൽ അങ്ങനെ തട്ടിക്കൊണ്ടുപോകുന്നത് ദേവികയുടെ വിജയത്തെ തന്നെ ബാധിക്കും. അതൊരു വല്ലാത്ത മണ്ടത്തരാണ്. ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഇതിനിടയ്ക്ക് CPയും ത്യാഗരാജനും പ്രഭാവതിയെ കാണാതായതിൻ്റെ പേരിൽ ഭയങ്കര വാക്പോരുണ്ടാകുന്നു. അരുന്ധതി ഇടപെട്ട് പ്രശ്നം കോംപ്രമൈസ് ആക്കി 2 പേരെയും പറഞ്ഞു വിടുന്നു. എന്തെങ്കിലും കാര്യം അറിയുന്നെങ്കിൽ അപ്പോഴേ എന്നെ അറിയിക്കണം, എന്തായാലും താനിപ്പം പോവാൻ. അതിനുശേഷം ഋഷിയാണെങ്കിൽ റെഡിയായി താഴേക്ക് വരുന്നു, തൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോകാനാണെന്നും ഇത്രയും നാൾ ഈ റൂമിനകത്ത് പെട്ടുകിടന്ന തനിക്ക് പുറത്തെ ആളുകളെ കാണാനും ശുദ്ധവായു ശ്വസിക്കാനൊക്കെ ആഗ്രഹം തോന്നുന്നു പറയുമ്പോൾ അരുന്ധതി ആദ്യം വിലക്കുന്നു. എങ്കിലും തൻ്റെ മകൻ്റെ ആ ഒരു ഫീലിങ്സ് മനസ്സിലാക്കി ഇന്നൊരു ദിവസത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. മരുന്നിൻ്റെ കോഴ്സ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല, അതിനുശേഷം മാത്രം മതി കറക്കവും നാട് ചുറ്റലും. ഇന്നത്തേക്ക് എന്തായാലും പൊക്കോളാൻ പറഞ്ഞ് അനുവാദം കൊടുത്തു പോകുന്നുണ്ട്. അതേസമയം ചന്ദ്രോത്ത് ആകെ പൊട്ടിത്തെറിയെന്ന് തന്നെ പറയാം. പ്രഭാവതിയെ കാണാതായതിൻ്റെ പേരിൽ സ്വന്തം വീട്ടുകാരെ തന്നെയാണ് നാട്ടുകാരും പാർട്ടിക്കാരും സംശയിക്കുന്നത്. സിദ്ധാർത്ഥൻ്റെ പാർട്ടിക്കാരാണെങ്കിൽ പോലും സിദ്ധുവിനെ സംശയിക്കുന്നു. പ്രഭാവതിയെ ഏത് രൂപത്തിലും തോൽപ്പിക്കണമെന്നുള്ള വീറും വാശിയിലുമായിരുന്നു എല്ലാവരും. ആ സാഹചര്യത്തിൽ ഇനി പറഞ്ഞിട്ട് കേൾക്കത്തില്ല എന്ന് കണ്ടപ്പോൾ സ്ഥാനാർത്ഥിയെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതാകുമോ അത് പാർട്ടിയുടെ വിജയത്തെ ബാധിക്കും എന്നൊക്കെയുള്ള രൂപത്തിൽ പല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. KDF പാർട്ടി പ്രവർത്തകർ സിദ്ധുവിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. പ്രശ്നം ഉണ്ടാക്കാൻ തന്നെയാണ് അവർ വരുന്നത്. പ്രഭാവതിയെ കാണാതായതിൻ്റെ പിന്നിൽ ഉറപ്പായിട്ടും സിദ്ധുവും ദേവികയും പാർട്ടിക്കാരും അറിഞ്ഞിട്ടായിരിക്കുമെന്നാണ് അവർ ധരിച്ചു വച്ചിരിക്കുന്നത്. കാരണം VDF പാർട്ടിയിലുള്ള 2 പ്രവർത്തകരായിരുന്നല്ലോ പ്രഭാവതിയെ ആക്രമിച്ചത്. അതിൽ നിന്ന് കരകയറി വന്ന സമയത്താണ് അടുത്ത തിരോധാനവും കൂടി. അന്നേരം നന്ദൻ അപേക്ഷിച്ച് പറയുന്നു, ദയവ് ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, അമ്മയെ ആരാ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിവില്ല. ഞങ്ങളുടെ പ്രവർത്തകരാകെ ദേഷ്യപ്പെട്ട് നിൽക്കുക, ഏത് നിമിഷവും ഇങ്ങോട്ടേക്ക് ഇടിച്ചു കയറാം. അത് കേൾക്കുമ്പം സിദ്ധുവിനും ദേവിക്കും നന്ദനും ഒക്കെ പേടിയാകുന്നുണ്ട്. അതേസമയം അവരോരോന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയതിന് ശേഷം രജനിയുടെ വക സിദ്ധുവിന് കണക്കിന് കൊടുക്കുന്നുണ്ട്. ജയത്തിന് വേണ്ടി ആരെ എന്തും ചെയ്യാനും തല്ലാനും കൊല്ലാനും മടിക്കാത്ത ആൾക്കാരോടൊപ്പം അല്ലേ ഇപ്പം ജീവിക്കുന്നത്. എൻ്റെ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചതായിരിക്കും എന്നൊക്കെ ഉള്ള വേദനയിൽ നിയന്ത്രണം വിട്ട് പല വാക്കുകളും പറഞ്ഞ് വേദനിപ്പിക്കുമ്പോൾ ഗിരീഷാണ് രജനിയെ വിളിച്ചുകൊണ്ട് പോകുന്നത്. അത് കേട്ട് സത്യം പറഞ്ഞാൽ സിദ്ധുവിനും ദേവികയ്ക്കും താങ്ങാൻ പറ്റുന്നില്ല. അതേസമയം സിദ്ധു ആണെങ്കിൽ പാർട്ടി ഓഫീസിലേക്ക് ചെല്ലുന്നു. ത്യാഗരാജനെ കാണാൻ തന്നെയാണ്. ത്യാഗരാജൻ ഒരു ചതിയനാണെന്ന് അറിഞ്ഞിട്ടും പാർട്ടി നേതൃത്വം ത്യാഗരാജൻ അംഗത്വം കൊടുത്തതിൻ്റെ ദേഷ്യം മുമ്പ് തന്നെ സിദ്ധു പറഞ്ഞിട്ടുണ്ട്. അതായത് സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിൻ്റെ വീട് തകർക്കാൻ ബോംബ് വെച്ചതിന് ശേഷമാണ് ത്യാഗരാജൻ ഇതുപോലെ അംഗത്വം കൊടുത്തിരിക്കുന്നത്. ഇത്തവണ പ്രഭാവതിയെ കാണാതായതിൻ്റെ പിന്നിലും ത്യാഗരാജനായിരിക്കും. എനിക്ക് ഇവിടെ മത്സരമോ ജയമോ പരാജയമോ പാർട്ടി ഒന്നുമല്ല വലുത്, എൻ്റെ ഭാര്യ എവിടെയെന്ന് അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് ത്യാഗരാജനെ ആക്രമിക്കുന്ന സമയത്ത് എല്ലാവരും കൂടി പിടിച്ചു മാറ്റി സമാധാനിപ്പിക്കുന്നു.
ഭാർഗവിക്കാണെങ്കിൽ ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. കാരണം പ്രഭാവതിക്ക് നൊന്ത അതിന് 10 ഇരട്ടി നോവുന്നത് ഭാർഗവിക്ക് തന്നെയാണ്. ഒരു മനസ്സാണ് അവർക്ക് രണ്ടാൾക്കും. അതിൻ്റെ പേര് ഭാർഗവിക്ക് ഒരു കാര്യം അറിയാം. പ്രഭാവതിയുടെ ഏറ്റവും വലിയ ശത്രു അരുന്ധതിയാണെന്നും അരുന്ധതി കാരണമാണ് ദേവിക മത്സരിക്കുന്നത്. ദേവികയെ വിജയിപ്പിച്ച് തൻ്റെ കുടുംബത്തെ തകർക്കുമെന്നുള്ള പേടി കൊണ്ടാണ് പ്രഭാവതി കുഞ്ഞ് ഇപ്പം മത്സരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ അറിയാവുന്ന ഭാർഗവി നേരെ അരുന്ധതിയുടെ വീട്ടിലേക്കാണ് ഇടിച്ചു കയറി വരുന്നത്. എവിടെ എൻ്റെ പ്രഭക്കുഞ്ഞെന്നും പറഞ്ഞ് പൊട്ടിത്തെറിക്കുന്ന സമയത്ത് തോക്കും മുനയിൽ ഭാർഗവിയെ വിരട്ടി നിർത്തുന്നതും കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത്. എന്തായാലും ഋഷിയോട് കാണിച്ചു കൂട്ടിയ ക്രൂരതയ്ക്ക് ഋഷി തന്നെ പ്രതികാരം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടു എന്നാണ് കരുതുന്നത്. അമ്മയെപ്പോലെ മത്സരത്തിലൂടെ തോൽപ്പിക്കാനല്ല ഋഷിയുടെ താല്പര്യം. തന്നെ ദ്രോഹിച്ച പ്രഭാവതിയെ താൻ ഇത്രയും വർഷം ജീവശവമായി കട്ടിലേക്ക് കിടക്കേണ്ടി വന്നതിൻ്റെ ആ ഒരു വേദനയുടെ ആഴം മനസ്സിലാക്കാൻ വേണ്ടി തട്ടിക്കൊണ്ടു പോയതാകുമോ? കാത്തിരിക്കാം. ഋഷി തന്നെയായിരിക്കും ഇതിൻ്റെ പിന്നിലെന്ന് ഉറപ്പിക്കാം.